UDFിന്റെ ക്ഷണം വന്നതോടെ ഇടതുമുന്നണിയിൽ സമ്മർദ്ദതന്ത്രവുമായി കേരള കോൺഗ്രസ് എം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ചോദിച്ചു വാങ്ങാൻ കേരള കോൺഗ്രസ് തീരുമാനിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഉൾപ്പെടെ മാറിവരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ചായിരിക്കും മുന്നണി മാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കുക. ശ്രീത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ശ്രീത്ത്, ഇങ്ങനൊരു വിലപേശൽ ശക്തിയാകാൻ അല്ലെങ്കിൽ സമ്മർദ്ദതന്ത്രം ഒരുക്കാൻ കേരള കോൺഗ്രസ് എമ്മിനെ പ്രേരിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, അത് UDFിൽ നിന്നുള്ള ക്ഷണമാണ്. അക്കാര്യത്തിൽ സംശയമില്ല. UDF പരസ്യമായി ഇക്കാര്യങ്ങളിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കേരള കോൺഗ്രസ് എമ്മിന്റെ സാന്നിധ്യം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, അവരുടെ കടന്നൊരു പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകളല്ലേ ഈ കേരള കോൺഗ്രസ് എമ്മിന് ബലം നൽകുന്നത്? തീർച്ചയായും രഞ്ജിത്ത്, അത് തന്നെയാണ്. അതായത് UDFിന്റെ ക്ഷണം അത് ഇപ്പോഴുണ്ടായ ഒരു ക്ഷണം മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇപ്പൊ സുധാകരൻ KPC അധ്യക്ഷനായിരുന്ന സമയത്ത് പോലും നമ്മൾ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ തന്നെ വളരെ മുൻപ് തന്നെ പറഞ്ഞതാണ് മാണി വിഭാഗം UDFിലേക്ക് മടങ്ങിയെത്തണം എന്ന്. അങ്ങനെ പല നേതാക്കളും ഇതിനകം തന്നെ പരസ്യമായ അഭിപ്രായം പറഞ്ഞതാണ്. അങ്ങനെ ഒരു ഡിമാൻഡുള്ള പാർട്ടിയായി കേരള കോൺഗ്രസ് എം നിൽക്കുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കഴിഞ്ഞ തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമാണ്. LDFിൽ എത്തിയ ശേഷം, ജോസ് കെ മാണി എത്തിയ ശേഷം ഏതാണ്ട് 50 പഞ്ചായത്ത് UDF ആണ് ഭരിച്ചതെങ്കിൽ തിരിച്ച് അത് 50 പഞ്ചായത്ത് LDF ഭരിക്കുന്ന സ്ഥിതിയുണ്ടായി. 10-9 ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നു, ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നു. അങ്ങനെ LDFിനൊരു ജില്ലയിലൊരു സമഗ്രാധിപത്യം ഉണ്ടാക്കി കൊടുക്കാൻ മാണി ഗ്രൂപ്പിന് കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. പക്ഷെ പിന്നീട് പാലയിൽ ഉൾപ്പെടെ ജോസ് കെ മാണി തോറ്റു എങ്കിൽ പോലും പൊതുവിൽ ശ്രീത്ത്, ഇപ്പോൾ സ്റ്റീഫൻ ജോർജ് ടെലിഫോൺ ലൈനുണ്ട്. സ്റ്റീഫൻ ജോർജ്, ഈ UDF മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്, നമുക്കറിയാം. അതിൻ്റെ കണക്കൊക്കെ ഇപ്പോൾ ശ്രീത്ത് പറയുകയായിരുന്നു. LDFിലേക്ക് പോയതിനു ശേഷമുണ്ടായ മുന്നണി ബന്ധങ്ങളുണ്ടായ മാറ്റങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് പല പഞ്ചായത്തുകൾ ഭരണം നഷ്ടപ്പെട്ടതൊക്കെ. എന്തെങ്കിലും വഴിയുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ UDFിന്റെ ഭാഗമാകാൻ? അല്ല, അങ്ങനെ ഒരു ചർച്ച എന്തിനാണ് ഉയർത്തിക്കൊണ്ടുവരുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇന്നലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടങ്ങുമ്പോഴേ ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി ഈ കാര്യം നയം വ്യക്തമാക്കുകയുണ്ടായി. ഇത് പല പ്രാവശ്യം ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എന്തിനാണ് പിന്നെ ഈ ഒരു വിവാദം ഉണ്ടാക്കുന്നത്? അത് പരസ്യമായി ഇങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ ഗുണം എന്താണ് എന്ന് ഞങ്ങൾക്ക് ഇതിനെ പിടിയിട്ടില്ല. എന്തോ ഒരു രാഷ്ട്രീയ ഗൂഢലക്ഷ്യമുള്ളത് കൊണ്ടാണ്. ഇപ്പോ ഞങ്ങൾ UDFിൽ എത്രയോ വർഷമായി, 1982 മുതൽ, അന്ന് LDFിന്റെ ഭാഗമായതിനു ശേഷം 82-ൽ പാർട്ടി ഒരു തീരുമാനമെടുത്ത് UDFിൽ വന്ന് UDFിന്റെ നെടുന്തൂണായി പ്രവർത്തിച്ച മാണി സാർ എത്രയോ വർഷമായി, 40 വർഷ കാലഘട്ടം UDFിന്റെ നെടുന്തൂണായിരുന്നു. എന്തിനാണ് ഈ കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കിയെന്ന് ചിന്തിച്ചില്ലല്ലോ. അപ്പൊ പിന്നെ പുറത്താക്കി കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ രീതി അവലംബിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ കൂടെ ഈ ചർച്ച ഉണ്ടാക്കുന്നത് എന്താണെന്ന് അറിയില്ല. ഇതിനകത്ത് ഞാനൊരു കാര്യം നിങ്ങളോട് വ്യക്തമായിട്ട് പറയാം. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണി ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ മറ്റേ മുന്നണി അടുത്ത തെരഞ്ഞെടുപ്പിൽ തോക്കും. ഒരു മുന്നണി ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ അടുത്ത മുന്നണി മറ്റേ തെരഞ്ഞെടുപ്പ് ജയിക്കും. അതൊക്കെ കേരളം വർഷങ്ങളായി കണ്ടുവരുന്ന രാഷ്ട്രീയ പ്രതിഭാസമാണ്, ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ തോറ്റു എന്ന് കരുതി രാഷ്ട്രീയ മാറ്റമോ മുന്നണി ചർച്ചയോ എല്ലാം അതങ്ങനെ പ്രായോഗികമാണോ? അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കാൻ. രാഷ്ട്രീയമാണ്, എന്തും സംഭവിക്കാം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ സതീശൻ വന്നതിന് ശേഷം കഴിഞ്ഞ അടുത്ത കാലത്ത് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് കൊണ്ടുവന്നൊരു ആത്മവിശ്വാസമുണ്ട്. UDF ജയിച്ച പശ്ചാത്തലമൊക്കെയുണ്ട്. അധികാരമാണല്ലോ ശ്രീ സ്റ്റീഫൻ ജോർജ് എല്ലാവർക്കും വളരെ പ്രധാനം. അങ്ങനെ ഒരു മാറ്റത്തിനൊന്നും കേരള കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അല്ല, അധികാരം പ്രധാനപ്പെട്ടതാണ്. ഇല്ലെന്ന്, ജനാധിപത്യത്തിൽ അധികാരം പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അധികാരം മാത്രമല്ല പ്രാധാന്യമുള്ളത്. അധികാരം മാത്രമല്ല, അധികാരത്തിന് വേണ്ടി മാത്രം ഒരു പാർട്ടിക്ക് നിൽക്കാൻ കഴിയില്ല. അങ്ങനെ നിൽക്കുന്ന പാർട്ടിയല്ല കേരള കോൺഗ്രസ് എം. അതായത് ഉദാഹരണം പറഞ്ഞാൽ, ഈ വീണ്ടും അടുത്ത പ്രാവശ്യം LDF വരികയില്ലെന്ന് എന്താ ഉറപ്പ്? ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വെച്ച് നമുക്ക് അസസ് ചെയ്യാൻ കഴിയുമോ? ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, പിന്നെ നല്ലൊരു ഉദാഹരണം നമ്മുടെ രാഷ്ട്രീയമായി നമ്മുടെ മുമ്പിലുണ്ട്. ബഹുമാനപ്പെട്ട EK നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ജില്ലാ കൗൺസിൽ, എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യത്തെ ജില്ലാ കൗൺസിലാണ്. ആ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ കേരളം ഒട്ടാകെ LDF ജയിച്ചു. 90-ലോ 91-ലോ ആണ്, 90-ല്, അതെ, 87-ലെ മന്ത്രിസഭ വന്ന് 5 വർഷം പൂർത്തിയായില്ല. അപ്പൊ 91-ലാണ് 4 വർഷം പൂർത്തിയാകും. 91-ൽ ജില്ലാ പഞ്ചായത്ത്, അസംബ്ലി ഇലക്ഷൻ 1 വർഷം മുമ്പാണല്ലോ പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത്, അല്ലെ? അതിന് മുമ്പാണല്ലോ. അപ്പൊ ആ പഞ്ചായത്ത് ഇലക്ഷനിൽ റിസൾട്ട് ഉണ്ടായി. എല്ലാം 14 ജില്ലകളിലും 13 ജില്ലയും LDF ജയിച്ചപ്പം 1 വർഷം മുമ്പേ
മാൻഡേറ്റ് 5 വർഷം ഉണ്ടായിരിക്കെ 1 വർഷം മുമ്പേ ശ്രീ കെ നായരുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ രാജിവെച്ച ഇലക്ഷൻ നടത്തി. എന്തിനാണ്? വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി. പക്ഷേ ഇലക്ഷൻ വന്നപ്പോൾ വേറെ സംഭവവികാസം ഉണ്ടായി, വന്നില്ല. അപ്പൊ അതൊരു ഘടകമല്ല ഇതൊന്നും നമുക്ക് പൊളിറ്റിക്സ് ക്ലീനായി ഒബ്സർവ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെയോ ഒരു പത്രപ്രവർത്തകനെയോ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനെയോ സംബന്ധിച്ച് ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും. പഴയകാല ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ തനിയാവർത്തനമായിരിക്കില്ല അടുത്ത തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഇതൊക്കെ ഒരു ബൂം സൃഷ്ടിക്കുന്നതല്ലാതെ സംഭവം അപ്പോഴത്തെ പൊളിറ്റിക്സ്, അന്നത്തെ ട്രെൻഡ്, അന്നത്തെ ജനങ്ങളുടെ ചിന്താഗതി, രീതി എല്ലാം വെച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് ഒരിക്കലും നമ്മളിപ്പോ ഒരു മിടുക്കനായ ഒരു സ്ഥാനാർത്ഥി ഒരു നിയമത്തിൽ മത്സരിച്ചാൽ ജയിക്കണം എന്നാണ് നമ്മുടെ കൺസെപ്റ്റ്. നിർബന്ധമില്ല. ഇന്നലെ പി ജെ ജോസഫ് പല രീതിയിലുള്ള സാഹചര്യങ്ങൾ വെച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നത്. സ്റ്റീഫൻ ജോർജ് ഇന്നലെ പി ജെ ജോസഫ് സാർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ കേരള കോൺഗ്രസുകൾ ഒരുപാട് പിളർന്നതാണ്, പക്ഷെ പിളർന്നതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. ഒരുമിച്ച് നിൽക്കുമ്പോൾ ആണ് കേരള കോൺഗ്രസുകൾക്ക് കരുത്ത് തെളിയിക്കാനാവുക, ശക്തി തെളിയിക്കാനാവുക എന്നുള്ളതാണ്. അതൊക്കെ ഒരു പോസിറ്റീവ് സൈനായി കാണുന്നുണ്ടോ? അല്ലല്ല, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം ശരിയാണ്. ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഒരിക്കലും പിളർപ്പ് പിന്നെ ഒരു ഭൂഷണമല്ല ഒരു പാർട്ടിയെ സംബന്ധിച്ച്. കേരള കോൺഗ്രസ് നിർഭാഗ്യവശാൽ പല കാലങ്ങളായി പല പ്രശ്നങ്ങളുടെ പേരിൽ വളരെ ഒരു ഡസനോളം പിളർപ്പ് നടന്നു. അതില്ലായിരുന്നെങ്കിൽ കേരള കോൺഗ്രസ് സ്ഥിതി അതാകുമായിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പിളർപ്പിന്റെ കാലഘട്ടം കഴിഞ്ഞു. ഇനിയിപ്പോ അങ്ങനെയല്ല, ഇനി യോജിപ്പിന്റെ കാലഘട്ടമാണ്. യോജിപ്പ് ശക്തിപ്പെട്ടൊക്കെ മുന്നോട്ട് പോകുന്നതിന് കുഴപ്പമില്ല. അത് യോജിപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് യോജിക്കാൻ കഴിയുമോ? ഇന്ന് ഞാനൊരാൾ ഈ ചാനലിൽ നിന്ന് ശരി നാളെ യോജിച്ചേക്കാമെന്ന് പറഞ്ഞാൽ യോജിക്കാൻ പറ്റിയ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് അതിന് ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാകണം, അതിനൊരു മാനസിക ഐക്യം ഉണ്ടാകണം. അങ്ങനെ പല സാഹചര്യമുണ്ട്. ഇപ്പോൾ അതൊന്നും ഇല്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതല്ല പ്രശ്നം എന്ന് പറയുന്നത് മാണി സാറ് പല പ്രസ്താവനകളും പല സമയത്ത് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു കാന്തദർശിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു, ഒരു നല്ല പൊളിറ്റീഷ്യൻ ആയിരുന്നു. അദ്ദേഹം ഓരോ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ നിയമജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ വിഖ്യാതമായ പല പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹവുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞു, അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ചീഫ് മിനിസ്റ്റർ ഈസ് നത്തിങ് ബട്ട് വൺ ഫസ്റ്റ് അമംഗ് ദ ഈക്വൽസ്. ആ സ്റ്റേറ്റ്മെന്റ് ഭരണഘടനാപരമായിരുന്നു. അപ്പോഴാണ് ആളുകൾ ഇത് മനസ്സിലാക്കുന്നത്, ഇത് നല്ലതാണല്ലോ. എന്താ കാര്യം? മുഖ്യമന്ത്രി എന്ന് പറയുന്ന വലിയ കാര്യമൊന്നും ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ സമന്മാരിൽ ഒന്നാമനാണ്. ഇത് ഭരണഘടന പറയുന്നതാ. അത് മാനസാർ പറഞ്ഞപ്പോൾ അറിയുന്നത് എന്ന് പറഞ്ഞ പോലെ മാനസാറ് പിളർന്ന് ഈ പാർട്ടി ഒരു അവസ്ഥയിലെത്തിയപ്പോൾ മാനസാർ സ്റ്റേറ്റ്മെന്റ് നടത്തി. ഞാൻ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അന്ന് കോട്ടയത്ത് പഴയ മാമനമാപ്പ ഹാളിലാണ് ആ സമ്മേളനം നടക്കുന്നത്. മാനസാർ പറഞ്ഞു, കേരള കോൺഗ്രസ് പിളരും തോറും വളരും തോറും പിളരും. അന്നത്തെ പ്രതിഭാസത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയൊരു സ്റ്റേറ്റ്മെന്റാ. സംഭവിച്ചില്ലെന്ന് പറയാൻ മേല. പിളർന്ന സമയത്ത് 3 MLA-മാരുള്ള കേരള കോൺഗ്രസ് അത് കഴിഞ്ഞ് 9 ആയി 8 ആയി. ഇപ്പൊ നമുക്ക് 5 MP-മാരുണ്ട്. അങ്ങനെ എന്ന് പറയാൻ പറ്റിയല്ല. അപ്പൊ ഓരോ സാഹചര്യങ്ങളിൽ ഓരോന്നാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF-ൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ്, വിലപേശൽ ശക്തിയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടം. അവിടെ കൂടുതൽ സീറ്റുകൾ സ്വാഭാവികമായും ചോദിക്കുമല്ലോ, അല്ലേ? അല്ല, ചോദിക്കണമല്ലോ. കാരണം ഞങ്ങളെ പുറത്താക്കി UDF. ബെന്നി ബെഹനാൻ ഒരു പത്രസമ്മേളനത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് യോഗ്യതയില്ലെന്നും മറ്റും അടിച്ച് അങ്ങ് പുറത്താക്കി. അപ്പൊ പിന്നെ അവരുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി. കോൺഗ്രസിന്റെ അന്നത്തെ കാൽക്കുലേഷൻ പണ്ട് DIC-ക്ക് സംഭവിച്ചതുപോലെ, അതായത് ശ്രീ കരുണാകരന്റെ നേതൃത്വത്തിൽ DIC ഉണ്ടായപ്പോൾ LDF എടുക്കാൻ കഴിഞ്ഞില്ല. ഓർക്കുന്നുണ്ടാവുമല്ലോ. ആ DIC-ക്ക് അന്ന് സംഭവിച്ചതുപോലെ സംഭവിക്കുമെന്നും അങ്ങനെ തിരിച്ചു വരുമെന്നും നമുക്ക് അവരെ സൈസാക്കി എടുക്കാമെന്നൊക്കെയാണ് കോൺഗ്രസിന്റെ അന്നത്തെ ലീഡേഴ്സിന്റെ ചിന്ത. പക്ഷെ ആ കണക്കൂറിൽ അവർക്ക് തെറ്റിപ്പോയി. അപ്പൊ നമ്മളെ LDF എടുത്തു. LDF വന്നു കഴിഞ്ഞാൽ അപ്പൊ വരുന്ന സമയം കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന്റെ സമയമാണ്. അപ്പോൾ ഇച്ചിരി ഡിസ്കംഫർട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ LDF നിർത്താനിരിക്കുന്ന സ്ഥാനാർത്ഥികളെയൊക്കെ നിശ്ചയിച്ചൊക്കെ വിധിക്കുന്ന സമയത്താണ് നമ്മൾ വരുന്നത്. അപ്പൊ വളരെ ബുദ്ധിമുട്ടിയാണ് തീരുമാനം കൈക്കൊണ്ടത്. വളരെ രാത്രിയും പകലും എല്ലാം ഞങ്ങൾ എല്ലാ തലത്തിലുള്ള നേതാക്കന്മാരും ഇത് ചർച്ച ചെയ്തിട്ടാണ് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ അന്ന് വേണ്ടത്ര നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ ലഭിക്കാൻ കഴിഞ്ഞില്ല അന്നത്തെ സാഹചര്യത്തിൽ. അത് ആരുടെയും കുറ്റമല്ല, സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ പ്രക്രിയ. കാരണം നേരത്തെ സ്ഥാനാർത്ഥി നിശ്ചയിച്ച വാർഡുണ്ട്, നമുക്ക് അവകാശപ്പെട്ടതായിരിക്കും, കിട്ടിയെന്ന് വരികയില്ല. അങ്ങനെ പല അങ്ങോട്ടും ഇങ്ങോട്ടും വരുമല്ലോ. അപ്പം ഇത്തവണ പുതിയ വാർഡുണ്ടാകുമ്പോൾ കേരള കോൺഗ്രസ് അർഹമായ സ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യം ചർച്ച ചെയ്യും. അത് തീർച്ചയായും ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായും അങ്ങനെ ചെയ്യും. നന്ദി ശ്രീ സ്റ്റീഫൻ ജോർജ്.